ബോളിവുഡിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഐസ്തറ്റിക് ഫിസിക് ഉള്ള വ്യക്തിയാണ് ഹൃത്തിക് റോഷൻ. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഈ വീഡിയോ എൻ്റെ മാത്രം അനുമാനങ്ങളാണ്. എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഹൃത്തിക് റോഷന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ശ്രവിച്ച് നെറ്റ് ഒരുപാട് സെർച്ച് ചെയ്ത് അതേപോലെ തന്നെ പല ശാസ്ത്രീയ പഠനങ്ങളുടെയും അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും റെഫറൻസസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1974 ഹൃത്തിക് റോഷൻ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡിൽ ഒരു എക്സ്ട്രാ തള്ളവിരൽ ഉണ്ടായിരുന്നു. അങ്ങനെ 6 ഫിംഗേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മാത്രമല്ല 6 വയസ്സാവുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സ്റ്റാമറിംഗ് അനുഭവപ്പെട്ടു തുടങ്ങി. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കൊച്ചുപ്രായത്തിൽ കൂടെ പഠിക്കുന്ന പിള്ളേർ ഹൃത്തിക് റോഷനെ ഒതുക്കി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സോഷ്യൽ ഐസൊലേഷൻ അദ്ദേഹം ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോൾ 1978 ക്രിസ്റ്റഫർ റീവ് അഭിനയിച്ച് പുറത്തു വന്ന സൂപ്പർമാൻ കണ്ടിട്ടാണ് തനിക്കും നല്ല ബോഡി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം 11 വയസ്സായപ്പോഴത്തേക്കും സ്വന്തം അച്ഛൻ വാങ്ങിച്ചു തന്ന ഒരു ബുൾവർക്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സസൈസ് എക്യുപ്മെന്റ് എന്നും ആ നാൾക്കൾ മുതലേ തന്നെ അദ്ദേഹം ട്രെയിനിങ് തുടങ്ങിയിരുന്നു എന്നും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടു. ഏർലി 20s ഹൃത്തിക് റോഷന് സ്കോളിയോസിസ് ഉണ്ട് എന്ന് ഡയഗ്നൈസ് ചെയ്തു. നട്ടലിന് ഒരു അൺകൺവെൻഷണൽ ബെൻഡ് ഉള്ള അവസ്ഥയാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഈ സ്കോളിയോസിസ് ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാർ ഹൃത്തിക് റോഷനോട് അധികം ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടേണ്ട എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഹൃത്തിക് റോഷന്റെ ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും സ്കോളിയോസിസ് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. സ്കോളിയോസിസ് ഉണ്ടെങ്കിലും ഹെൽത്തി ആയി തന്നെ അദ്ദേഹം ബോഡി ബിൽഡിംഗ് കണ്ടിന്യൂ ചെയ്തു വന്നിരുന്നു. ഇയർ 2000 വന്ന കഹോന പ്യാർ ഹെ എന്ന് പറഞ്ഞ സിനിമയാണ് ഹൃത്തിക് റോഷന്റെ ഏറ്റവും ആദ്യത്തെ മൂവി. ഈ മൂവി അഭിനയിക്കുമ്പോൾ ഹൃത്തിക് റോഷൻ മിഡ് 20s അതിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഏകദേശം 12 മുതൽ 15% വരെ ആയിരിക്കണം ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. മാത്രമല്ല വളരെ നല്ലൊരു ഫിസിക് ആയിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ നല്ല ബ്രോഡ് ഷോൾഡേഴ്സും അതേപോലെ നല്ല ബൈസപ്പ് പീക്കും അന്ന് തന്നെ ഉണ്ടായിരുന്നു. 10 മുതൽ 15 വർഷം വരെ ട്രെയിൻ ചെയ്ത ഒരാളുടെ ഫിസിക് എങ്ങനെ ആയിരിക്കുമോ അതേപോലെ തന്നെയാണ് ഹൃത്തിക് റോഷന്റെ കഹോന പ്യാർ ഹെയുടെ ഫിസിക് കണ്ടാൽ എനിക്ക് തോന്നുന്നു. ഓവറോളായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ് ഏജ് മുതലേ തന്നെ ഹൃത്തിക് റോഷൻ വർക്ക്ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് കഹോന പ്യാർ ഹെ അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ബോഡി നമുക്കൊരു ബേസ് ലൈനായി എടുത്തുകൊണ്ട് ഹൃത്തിക് റോഷന്റെ ഫ്യൂച്ചർ ട്രാൻസ്ഫോർമേഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2003 പുറത്ത് വന്ന കോയ് മിൽ ഗയയിലെ ഫോട്ടോസോ അല്ലെങ്കിൽ 2006 പുറത്ത് വന്ന കൃഷിയിലെ ഫോട്ടോസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇയേഴ്സിലെല്ലാം ഹൃത്തിക് റോഷൻ സ്വന്തം ബോഡി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മിഡ് 2000s ഏർലി 2000s പോലെ തന്നെ ഏകദേശം 12 മുതൽ 15% വരെ ആയിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 സെന്റിമീറ്റർ ആണ്. അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ബൈസപ്പ് സൈസ് എന്ന് പറയുന്നത് 15 മുതൽ 16 ഇഞ്ച് വരെ ആയിരുന്നിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അനുമാനം. കൂടെ തന്നെ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 42-43 ഇഞ്ച് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ലേറ്റ് 2000s ഏർലി 2010s ഹൃത്തിക് റോഷൻ കുറച്ച് സോഫ്റ്റ് ആയി വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2008 പുറത്ത് വന്ന ജോധ അക്ബർ എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2011 പുറത്ത് വന്ന ജിന്ദഗി നാ മിലെ ദുബാര എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 15% നിന്നും കൂടി ഒരു 18-19% ആയി കാണും എന്നുള്ളതാണ്. ഇതിനുശേഷം 2011 അദ്ദേഹത്തിന് സ്ലിപ്പ് ഡിസ്ക് ഇഷ്യൂ ഉണ്ടായി. വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കൂടെ തന്നെ അദ്ദേഹം സ്ട്രിക്റ്റ് ആയി ഡയറ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒത്തിരി അധികം കൂടി അദ്ദേഹത്തിന് വല്ലാതെ വയറൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. 2013 ക്രിഷ് 3ക്ക് വേണ്ടി അദ്ദേഹം ഈ ഫിസിക് ചേഞ്ച് ചെയ്തുകൊണ്ട് സ്വന്തം ഫസ്റ്റ് മേജർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം മിഡ് 2010s അദ്ദേഹത്തിന് ക്രിഷ് 3 എങ്ങനെയായിരുന്നു ബോഡി ഉണ്ടായിരുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് അദ്ദേഹം ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. 2014 ബാങ്ങിലെ ഫോട്ടോസോ അല്ലെങ്കിൽ 2016 മോഹൻജാദാരോ എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസോ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. 2018-19 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്ലിപ്പ് ഡിസ്ക് ഇഷ്യൂ ഒരിക്കൽ കൂടി സംഭവിച്ചു. ആ കാലഘട്ടത്തും അദ്ദേഹം അധികം വർക്ക്ഔട്ട് ചെയ്യാത്തതുകൊണ്ടും മാത്രമല്ല ഡയറ്റ് അധികം ഫോളോ ചെയ്യാത്തതുകൊണ്ടും അദ്ദേഹത്തിന്റെ വെയിറ്റ് വല്ലാണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2019 വാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം ലൈഫിലെ സെക്കൻഡ് മേജർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അതായത് ക്രിഷ് 3ക്ക് വേണ്ടി കൊണ്ടുവന്ന ട്രാൻസ്ഫോർമേഷനും അതേപോലെ വാറിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് മേജർ ട്രാൻസ്ഫോർമേഷനും നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ലെറ്റ്സ് റൺ ദ നമ്പേഴ്സ്. ഹൃത്തിക് റോഷന്റെ 2 ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നമ്പേഴ്സ് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് ഹൃത്തിക് റോഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 1.8 മീറ്റേഴ്സ് ആണ് എന്നാണ് പല സോഴ്സസും പറയുന്നത്. ഈ സോഴ്സസിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി 2000s തന്നെ ഹൃത്തിക് റോഷൻ സ്വന്തം ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഉള്ള നമ്പേഴ്സ് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിന് അപ്പോൾ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് എത്ര തപ്പിയിട്ടും എനിക്ക് നെറ്റിൽ നിന്നും കാണാൻ പറ്റിയില്ല. എന്നാൽ ഫോട്ടോസ് കണ്ടിട്ട് എൻ്റെ അനുമാന പ്രകാരം അദ്ദേഹത്തിന് അപ്പോൾ ഉള്ള BMI എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 25 ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ ഗെസ്റ്റിമേറ്റ് ആണ്. ഈ BMIയും ഈ ഹൈറ്റും വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ അപ്പോൾ ഉള്ള വെയിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 80 മുതൽ
82 kg ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി എനിക്ക് പറയാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 14 to 16% ആയിരിക്കും എന്നുള്ളതാണ്. ഇത് ഒരിക്കൽ കൂടി എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്, ഇത് എൻ്റെ ഗെസ്റ്റിമേറ്റ് ആണ്. ഫൈനലി ഈ 3 കാര്യങ്ങൾ ബോഡി ഫാറ്റ്, വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് FFMA എന്നൊരു അനുപാതം കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിവിടെ കാർഡ്സിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ FFMA കാൽക്കുലേറ്റേഴ്സിന്റെ ലിങ്ക് ഉണ്ടാവും. അത് വെച്ച് FFMA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന FFMA എന്ന് പറയുന്നത് 21.5 ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ട്രാൻസ്ഫോർമേഷനിലോട്ട് വരാം. ഈ ട്രാൻസ്ഫോർമേഷൻ കൃഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം 2013 ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈ ട്രാൻസ്ഫോർമേഷന് മുന്നേ അദ്ദേഹത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 89 kg ആണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈമിലെ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഒരിക്കൽ കൂടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, ട്രാൻസ്ഫോർമേഷന് മുന്നേ ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എൻ്റെ അനുമാന പ്രകാരം ഒരു 20 മുതൽ 22% ആയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തീരെ ഷേപ്പ് നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 20 to 22% ആയിരിക്കണം അദ്ദേഹത്തിന് അപ്പോൾ ഉള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. ഒരിക്കൽ കൂടി ഇത് രണ്ടും വെച്ച് നമുക്ക് FFMA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21.5 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിൾ പ്രകാരം അദ്ദേഹത്തിന് 7 കിലോഗ്രാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, 7 കിലോഗ്രാം കുറഞ്ഞിരുന്നു. അപ്പോൾ 89 നിന്നും അദ്ദേഹം 82 kg ആയി. ആൻഡ് ഈ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോഴായിരിക്കണം ഹൃത്തിക്കിന്റെ ബെസ്റ്റ് ഷേപ്പ് ഉണ്ടായിരുന്നത്. കൃഷ് 3 എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു അദ്ദേഹം കാണാൻ ഏറ്റവും അടിപൊളിയായിരുന്നു. ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പറയുന്നത് ഏകദേശം 12% ആയിരിക്കണം എന്നുള്ളതാണ്. കുറച്ച് ഇങ്ങോട്ടായിരിക്കാം. ഒരിക്കൽ കൂടി എൻ്റെ എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ FFMA കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ FFMA അപ്പോൾ ഉള്ളത് 21.7 ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷനിലോട്ട് വരാം. ഇത് 2019 വാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ വീഡിയോ HRX പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈറൽ വീഡിയോ ആയിരുന്നു. ബിഫോർ വെയിറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ വേ ബാക്ക് മെഷീൻ വെച്ച് തപ്പിയപ്പോൾ എനിക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടിയത് 90 kg എന്നുള്ളതാണ്. ആൻഡ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി 22 അല്ലെങ്കിൽ 23% ആയിരുന്നിരിക്കണം. അദ്ദേഹത്തിന്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ FFMA കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 22 എന്നാണ് കിട്ടുന്നത്. ഇനി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പ്രസന്റ് വെയിറ്റിലോട്ടാണ് അദ്ദേഹം വന്നത്. അതായത് 84 kg അദ്ദേഹം വന്നിട്ടുള്ളത്. ആൻഡ് അപ്പോൾ ഉള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 15% ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും വെച്ച് നമ്മൾ ഒരിക്കൽ കൂടി FFMA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫൈനലി ഉള്ള FFMA എന്ന് പറയുന്നത് 22.6 ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും FFMA ഡ്രാസ്റ്റിക്കലി കൂടിയിട്ടില്ല. ഇവിടെ ചെറിയൊരു ഇൻക്രീസ് ഉണ്ട്, അതേപോലെ ഇവിടെയും ചെറിയൊരു ഇൻക്രീസ് ഉണ്ട്. ഈ ചെറിയ ഇൻക്രീസ് പോലും 6 മാസ ടൈം ഫ്രെയിമിലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ആകെ ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനിലും ചെയ്തിട്ടുള്ളത് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നഷ്ടപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല 2019 വന്ന ഈ പഠനം പറയുന്നത് നേരത്തെ ട്രെയിൻ ചെയ്ത് തുടങ്ങി, യങ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയ ആൾക്കാർക്ക് മസിൽ മെമ്മറി ഒത്തിരി അധികം ഉണ്ടാവും എന്നുള്ളതാണ്. ഹൃത്തിക് റോഷൻ ഓബ്വിയസ്ലി വളരെ യങ് ഏജിൽ തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് 39 വയസ്സിലോ അല്ലെങ്കിൽ 46 വയസ്സിലോ ഡെഫിനറ്റ്ലി കുറച്ച് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായിട്ടും പോസിബിൾ തന്നെയാണ്. ഹൃത്തിക് റോഷൻ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇത്ര കൂടുതൽ മസ്കുലറായി നമുക്ക് എങ്ങനെ തോന്നിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയ ചേഞ്ച് അദ്ദേഹത്തിന് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നിയേക്കാം. ഇതിന് റീസൺ എൻ്റെ അഭിപ്രായത്തിൽ സെലിബ്രിറ്റീസ് പലപ്പോഴും ട്രാൻസ്ഫോർമേഷനിൽ ഉപയോഗിക്കാറുള്ള 5 ഡിഫറെൻറ്റ് ട്രിക്സ് ആണ്. ആ ട്രിക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് നമുക്ക് ചുരുക്കത്തിൽ FCELF എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഫസ്റ്റ് വൺ ക്യാമറ ഫിൽറ്റേഴ്സും ക്യാമറ സെറ്റിംഗ്സും ആണ്. ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള ഫോട്ടോസിലും വീഡിയോസിലും അവർ പലപ്പോഴും കോൺട്രാസ്റ്റ് കൂട്ടി വെക്കാറുണ്ട്. കോൺട്രാസ്റ്റ് കൂട്ടുന്നതിലൂടെ തന്നെ മസിൽ ഇൻസേർട്സ് എല്ലാം കൂടുതൽ വിസിബിൾ ആവുകയും ആള് കൂടുതൽ മസ്കുലർ ആയിട്ടും നമുക്ക് തോന്നിക്കാറുണ്ട്. രണ്ടാമത് ക്യാമറ ആംഗിൾ ആണ്. ക്യാമറ ആംഗിൾ മാറ്റി വെക്കുമ്പോൾ ഫോഴ്സ്ഡ് പെർസ്പെക്റ്റീവ് എന്നൊരു വിദ്യയിലൂടെ ഒരാളെ കൂടുതൽ മസ്കുലറായും കൂടുതൽ വലുതായും നമുക്ക് പലപ്പോഴും തോന്നിക്കാൻ പറ്റാറുണ്ട്. മൂന്നാമത് ഇമോഷൻസ് ആണ്. ട്രാൻസ്ഫോർമേഷന് മുന്നേ ഉള്ള ഫോട്ടോസിലും വീഡിയോസിലും പലപ്പോഴും ഒരു സാഡ് ഇമോഷൻ അല്ലെങ്കിൽ ഗ്രിം ഫേസ് ആയിരിക്കും സെലിബ്രിറ്റീസ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലെക്സിംഗ് പോസോ അല്ലെങ്കിൽ ഒരു ഹാപ്പി പോസോ ആയിരിക്കും പലപ്പോഴും അവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഓഡിയൻസിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നാലാമത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ലൈറ്റിംഗ് ആണ്. ട്രാൻസ്ഫോർമേഷന് മുന്നേ ഫ്രണ്ട് ലൈറ്റിംഗ് ആയിരിക്കും പലപ്പോഴും സെലിബ്രിറ്റീസ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം ടോപ്പ് ലൈറ്റിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ടോപ്പ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മസിൽസിൽ വെളിച്ചം അടിച്ചിട്ട് ആ മസിൽസിന്റെ ഷാഡോസ് നമ്മുടെ ദേഹത്ത് പതിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആള് കൂടുതൽ മസ്കുലറായി തോന്നിക്കാറുണ്ട്.
ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലെക്സിംഗ് ആണ്. പലപ്പോഴും ട്രാൻസ്ഫോർമേഷൻ മുന്നേ ഉള്ള ഫോട്ടോസിലും വീഡിയോസിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വയറൊക്കെ വീർപ്പിച്ചായിരിക്കും ആൾക്കാർ നിൽക്കാറുള്ളത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസിൽ നല്ല ഡ്രൈഡ് ഔട്ട് ലുക്കും അതേപോലെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ നല്ല ഫ്ലെക്സ് ചെയ്തുമായിരിക്കും നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ആൾ കൂടുതൽ മസ്കുലറായി തോന്നിക്കാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഹാഫ് ആൻ അവർ ഡിഫറൻസിൽ ഞാൻ എടുത്ത 2 ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിൽ ഈ 5 ടിപ്സും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ലെഫ്റ്റിലുള്ളതേക്കാൾ എന്നെ റൈറ്റിൽ കാണാൻ ഒത്തിരി അധികം മസ്കുലറായി തോന്നിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാർഡ്സിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇനി ഹൃതിക് റോഷൻ അദ്ദേഹത്തിനെ പോലെ ഡയറ്റ് ഫോളോ ചെയ്താലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയാലോ നിങ്ങൾക്കോ എനിക്കോ അദ്ദേഹത്തിനെ പോലെ തന്നെ ആയിത്തീരാൻ പറ്റും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഹൃതിക് റോഷൻ ഉള്ളത് വൺ ഓഫ് ദി മോസ്റ്റ് എലീറ്റ് ലെവൽ ജെനറ്റിക്സ് ആണ്. നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയി ഡയറ്റ് ഫോളോ ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കും ഒരു എലീറ്റ് ലെവൽ ജെനറ്റിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പോലെ പലപ്പോഴും നമുക്ക് ആയിത്തീരാൻ പറ്റണമെന്നില്ല. എന്നാൽ നമ്മൾ നല്ല ഡയറ്റും നല്ല വർക്ക്ഔട്ട് റെജീമും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഹെൽത്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക. ഒരിക്കലും ഹൃതിക് റോഷനെ പോലെ ആവണം അല്ലെങ്കിൽ ഷാറുഖ് ഖാനെ പോലെ ആവണം എന്ന് വിചാരിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങരുത്, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങരുത്. അത് പലപ്പോഴും ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി തീരാറുള്ളൂ. ഹൃതിക് റോഷനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോയും അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് കൊടുക്കുക. ഇതുപോലെ പല ബോളിവുഡ് സെലിബ്രിറ്റീസിന്റെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.